2002 ഇറങ്ങിയ കിടിലൻ സോംബി സിനിമയായ 28 ഡേയ്സ് ലേറ്ററിന്റെ ഡയറക്ട് സീക്വലാണ് 28 ഇയേഴ്സ് ലേറ്റർ. ഈ സിനിമയിൽ സോംബി വൈറസ് ബാധിക്കാത്ത ചില ആളുകൾ ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന സ്പൈക്കും അവന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സ്പൈക്ക് ആദ്യമായി സോംബികളെ വേട്ടയാടാൻ വേണ്ടി മെയിൻ ലാൻഡിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവന് പല ഭീകരമായ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ദൂരെ ഒരു തീ കത്തുന്നത് അവൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് കൂടെ ഉണ്ടായിരുന്ന അച്ഛനോട് അവൻ ചോദിച്ചെങ്കിലും അച്ഛൻ അതിനെ കൃത്യമായ ഉത്തരവൊന്നും പറഞ്ഞില്ല. തിരിച്ച് ഐലൻഡിൽ എത്തുന്ന അവൻ മെയിൻ ലാൻഡിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്ന കാര്യം അറിയുന്നു. അയാളാണ് ആ തീ കത്തിച്ചതെന്നും സ്പൈക്ക് അറിയുന്നു. അതിനുശേഷം അവൻ ആരോടും പറയാതെ ഡോക്ടറെ കാണാൻ വേണ്ടി അമ്മയോടൊപ്പം മെയിൻലാൻഡിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഡോക്ടറെ കാണുന്ന അവൻ ഡോക്ടർ ഉണ്ടാക്കിയ ബോൺ ടെമ്പിൾ എന്ന രൂപം കാണുന്നു. അതിൽ മുഴുവൻ മരണപ്പെട്ടവരുടെ തലയായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുന്നു. അതിനുശേഷം അവന്റെ അമ്മ സ്വയം ഇല്ലാതെയാകുന്നു. പിന്നീട് അവൻ മെയിൻലാൻഡിൽ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിലാണ് ഒരു കൂട്ടം സോംബികൾ അവനെ ആക്രമിക്കാൻ വരുന്നത്. പക്ഷെ പെട്ടെന്ന് അവനെ സഹായിക്കാൻ അവിടെ ഒരുപാട് പേരെത്തുന്നു. ആ ഒരു വന്ന ഗാങ്ങിന്റെ ലീഡർ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ജാമിയാണ്. അവനും അവന്റെ ഗാങ്ങിന്റെയും ഫൈറ്റിംഗ് രീതി പവർ റേഞ്ചേഴ്സിനെ പോലെയാണ്. കാരണം ഈ സിനിമയുടെ യൂണിവേഴ്സിൽ 2002 ഈ വൈറസ് പടരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അവൻ കണ്ട TV പ്രോഗ്രാമുകളുടെ ഇമ്പാക്ട് അവൻ ഇപ്പോഴും ഉണ്ട്. ഈ ചിത്രം വളരെ വ്യത്യസ്തമായ ഒരു സോംബി സിനിമയാണ്. ഈ യൂണിവേഴ്സിലെ 2 സിനിമകളും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുമൊക്കെ ഡിഫറെന്റ് പടം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ചില ഷോട്ടുകൾ ഐഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഡയറക്റ്റ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഐഫോൺ വെച്ച് മാത്രം ഷൂട്ട് ചെയ്തതല്ല. ഐഫോണിൽ ലെൻസ് കണക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഷൂട്ട് ചെയ്തത്.